രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ പോലീസ് തിരയുന്ന മധു കൊച്ചിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ കേന്ദ്രീകരിച്ചുള്ള അവയവ കച്ചവട മാഫിയയിലെയും കണ്ണി. യുവതിയെ ഭീഷണിപ്പെടുത്തി വിൽപ്പന നടത്തിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ പോലീസ് തിരയുന്ന ഷാജിയുമായ മധുവിന് ബന്ധമുണ്ടായിരുന്നതായാണ് സൂചന. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷായി, മധു ഈയൊരു മാഫിയയിലെ പ്രധാന കണ്ണി എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇടനിലക്കാർക്കൊക്കെയും അത്രത്തോളം ഈ മധുവുമായിട്ടാണോ ബന്ധം? അതുകൊണ്ട് തന്നെ ആ അന്വേഷണം വേറെ തരത്തിലാണ് മധുവിനെ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ കേസിൽ അത്രത്തോളം നിർണായകവുമാണല്ലേ? KP അവയവ കച്ചവട മാഫിയ, അത് രാജ്യാന്തര അവയവ കച്ചവട മാഫിയെ പോലെ തന്നെ ആ മാഫിയയുമായി അടുത്ത ബന്ധം വിവിധ ഇത്തരത്തിലുള്ള സംഘങ്ങൾ പുലർത്തിയിരുന്നു എന്നൊരു സൂചന തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത്. ആദ്യം സബിത്തിന്റെ കസ്റ്റഡിയിലാണ്. സബിത്തിനെ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നു. രണ്ടാമത് സജിത്ത് എന്നയാൾ കൂടി, സബിത്തിന്റെ അടുത്ത കൂട്ടാളി സജിത്തും പിന്നീട് സജ്ജാമും അറസ്റ്റിലായി. ഈ അറസ്റ്റുകൾക്ക് ശേഷവും വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷവുമാണ് പുതിയ ചില നിഗമനങ്ങളിലേക്കും പുതിയ ചില വിവരങ്ങളിലേക്കുമെല്ലാം തന്നെ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് ഈ മധു. അന്വേഷണ സംഘം തിരയുന്ന ഏറ്റവും പ്രധാനിയാണ് മധു. മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത്, ഈ ദാതാക്കൾക്ക് നൽകേണ്ട പണം, സ്വീകർത്താക്കൾ നൽകുന്ന പണം, ആശുപത്രി അധികൃതർ, ഇറാനിലുള്ള ആശുപത്രി അധികൃതർ വഴി ലഭിക്കുന്ന പണം എല്ലാം തന്നെ കൈകാര്യം ചെയ്തിരുന്നത് മധു ആണ് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇയാൾ ഇറാനിലാണ്. ചില സമയങ്ങളിൽ മാത്രമാണ് ഇവിടെ പോയിരിക്കുകയും ചെയ്തത്. എന്നാൽ ആ സമയത്ത് കേരളത്തിൽ വരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇവിടുത്തെ അവയവ കച്ചവട റാക്കറ്റുമായും മാഫിയുമായി മധു അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഒപ്പം തന്നെ ഇവിടെ നിന്ന് ആളുകളെ, ദാതാക്കളെ കൃത്യമായി ഇറാനിലേക്ക്, വിദേശ രാജ്യങ്ങളിലെ അവയവ കച്ചവടത്തിന്റെ ഭാഗമായി അത്തരത്തിലുള്ള മനുഷ്യക്കടത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു എന്നൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടക്കുന്നത്. കാരണം മധുവിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുക. മാത്രമല്ല, നേരത്തെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പുറത്തുവിട്ട പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളിൽ പരാമർശിക്കുന്ന യുവതി അടക്കം പരാമർശിച്ചിട്ടുള്ള 2 യുവതികൾ സംസാരിച്ചിട്ടുള്ള അവയവ കച്ചവടത്തിന്റെ ഭാഗമായി മാറുകയും ഒപ്പം തന്നെ വൃക്കയും കരളും നൽകേണ്ടി വരികയും അതിന് വാഗ്ദാനം ചെയ്ത പണം പോലും ലഭിക്കാതെ വഞ്ചിക്കപ്പെടുകയും ചെയ്ത ആ സ്ത്രീകൾ അവർ പറഞ്ഞത് പ്രകാരം അതിലെല്ലാം പറയുന്ന ഷാജി എന്ന ഒരു പ്രധാനപ്പെട്ട ഏജന്റിനെ കുറിച്ചാണ്. ഷാജിയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ അവയവ കച്ചവട റാക്കറ്റിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നത്. താൻ ലക്ഷോറിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഷാജിയെ പരിചയപ്പെട്ടു എന്ന കാര്യം കഴിഞ്ഞ ദിവസം ജനം TV ഡിബേറ്റിലടക്കം പങ്കെടുത്തുകൊണ്ട് യുവതി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഈ ഷാജിക്ക് നിരവധി കൂട്ടാളികളുണ്ട്. ഷാജിയുമായിട്ടാണ് മധുവിന് അടുത്ത ബന്ധമെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം ഈ ഇടനിലക്കാർക്കായുള്ള അന്വേഷണം തുടരുമ്പോഴും ഈ വൻകിട മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി അധികൃതർക്കെതിരെയടക്കം ഈ യുവതിയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അവർ തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു അന്വേഷണം ആ വഴിയിലേക്ക് നീളാൻ എത്രത്തോളം സാധ്യതയുമുണ്ട്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംശയങ്ങൾ ഇപ്പോഴും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കിയാണ്. കാരണം ഈ രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റിന് സംസ്ഥാനത്ത് നിന്ന് കൃത്യമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ലഭിച്ച ഒരു സൂചനയാണ്. അല്ലെങ്കിൽ പ്രാഥമികമായി സബിത് നാസർ പിടിയിലാകുന്ന അതേ ഘട്ടത്തിൽ തന്നെ ആദ്യം ഈ രാജ്യാന്തര അവയവ കച്ചവട മാഫിയയിലെ അറസ്റ്റിലായ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് സാബിത് നാസറാണ്. ആ സാബിത് നാസറിനെ പിടികൂടി അതേ ഘട്ടത്തിൽ തന്നെ ഈ അന്വേഷണ സംഘത്തിനും പ്രാഥമികമായ പോലീസിനുമെല്ലാം തന്നെ ലഭിച്ച വിവരമെന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് കൃത്യമായി കൂടുതൽ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചില ക്ലിനിക്കുകളുടെ അടക്കമുള്ള സഹായങ്ങൾ, ആശുപത്രികളുടെ എല്ലാം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരുന്നു. IB അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ തിരക്കി. ദേശീയ അന്വേഷണ ഏജൻസി ഈ സാബിത് നാസർ പിടിയിലായ അതേ ഘട്ടത്തിൽ തന്നെ എമിഗ്രേഷൻ വിഭാഗത്തിൽ തടഞ്ഞു വെക്കുന്ന അതേ സാഹചര്യത്തിൽ അതേ സമയത്ത് തന്നെ അയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. പ്രാഥമിക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചൊരു വിവരം എന്ന് പറയുന്നത് ചില ക്ലിനിക്കുകൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്നു, വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്നു. അത്തരത്തിലുള്ള വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകുകയും വ്യാജ രേഖകൾ ചമച്ചു നൽകുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്
മധുവും ഒപ്പം തന്നെ സാബിത് നാസറും അടങ്ങുന്ന സംഘം ഇവിടെ നിന്ന് ആളുകളെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ വൃക്ക കച്ചവടത്തിന്റെയും കരൾ കച്ചവടത്തിന്റെയും എല്ലാം തന്നെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട്, അങ്ങനെ അവയവ കച്ചവട റാക്കറ്റിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അവർ ആരും തിരിച്ചു വരുന്നില്ല എന്ന്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത എന്ന് പറയുന്നത്. കാരണം അന്വേഷണ സംഘം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ആളുകളെ കണ്ടെത്താനാണ്. ആരെല്ലാമാണ് ദാതാക്കൾ, അവരെവിടെയെല്ലാമാണ് കഴിയുന്നത്, കേരളത്തിന്റെ ഏതെല്ലാം മേഖലകളിലുള്ളവരാണ് അവർ. കാരണം ഇതുമായി അന്വേഷണത്തിന്റെ തുടക്കത്തിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ, തൃശ്ശൂരിന്റെ കൊടുങ്ങല്ലൂരിലും തൃശ്ശൂരിലും എല്ലാമായി ഇത്തരത്തിൽ അവയവ കച്ചവടത്തിന്റെ ഭാഗമായ ആളുകളുണ്ട്, ദാതാക്കളുണ്ട്. എന്നാൽ അതിനും അപ്പുറം സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്, ഇത്തരത്തിലുള്ള ദാതാക്കളുണ്ട് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. അങ്ങനെയാണ് തമിഴ്നാട്ടിലേക്കും ഹൈദരാബാദിലേക്കും ബംഗളൂരുവിലേക്കും എല്ലാം തന്നെ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. കാരണം ഈ സ്ഥലങ്ങളിലുള്ള ആളുകൾ, ഈ നഗരങ്ങളിലുള്ള ആളുകളിൽ നിരവധി ആളുകൾ ദാതാക്കളായി മാറിയിട്ടുണ്ട്. അവിടെയെല്ലാമുള്ള ആളുകളെ ഇത്തരത്തിൽ അവയവ കച്ചവട റാക്കറ്റിന്റെ ഭാഗമാക്കി മാറ്റാൻ ഈ സാബിത് നാസറിനും ഒപ്പം തന്നെ മധുവിനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അവയവ കച്ചവടത്തിന് സന്നദ്ധരാകുന്ന ആളുകളെ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ അത്തരം ഘട്ടങ്ങളിലാണ് ഇവിടെയുള്ള മറ്റ് ഏജന്റുമാരുമായി അല്ലെങ്കിൽ ഇവിടെയുള്ള മാഫിയയുമായി ഇവർ രാജ്യാന്തര അവയവ കച്ചവട മാഫിയ പ്രവർത്തിച്ചിരുന്നത്. അത് വലിയ തുക അവർക്ക് സാധാരണഗതിയിൽ നിന്നും അതിലധികം തുക വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവയവ കച്ചവട മാഫിയ ഇത്തരത്തിലുള്ള സംസ്ഥാനത്തുള്ള ഏജന്റുമാരിലേക്ക് എത്തിയിരിക്കുകയും അവരുമായി സംസാരിക്കുകയും എല്ലാം ചെയ്തത്. മധു നേരിട്ട് തന്നെയാണ് ഇവിടെയുള്ള ഏജന്റുമാരുമായി സംസാരിച്ചിരിക്കുന്നത് പല ഘട്ടങ്ങളിലും. അങ്ങനെ ഈ സാമ്പത്തിക ഇടപാടുകൾ പറഞ്ഞുറപ്പിക്കുന്നു. ഈ പണം അധികവും വന്നു ചേർന്നിട്ടുള്ളത് മധുവിന്റെ കൈവശമാണ്. മധുവാണ് സാമ്പത്തിക ഇടപാടുകൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയിരിക്കുന്നത്. വിദേശത്ത് ഇറാനിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കമ്മീഷനുകൾ മറ്റുള്ള ആളുകൾക്ക് വീതിച്ച് നൽകുന്നതാണെങ്കിലും ദാതാക്കൾക്ക് പണം നൽകുന്നതാണെങ്കിലും എല്ലാം തന്നെ അത്തരം കാര്യങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിച്ചത് മധുവാണ്. ഈ മധു എന്ന ഏജന്റിനെ കുറിച്ച് അല്ലെങ്കിൽ മുഖ്യ ഇടനിലക്കാരനെ കുറിച്ച്, ഇത്തരം ഈ രാജ്യാന്തര അവയവ കച്ചവടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനെ കുറിച്ച് വളരെ നേരത്തെ തന്നെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇന്റലിജൻസ് വിഭാഗങ്ങൾക്കും ചില സൂചനകൾ ലഭിച്ചിരുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് അടക്കം പുറത്തു വന്ന ഘട്ടത്തിൽ അത് വെളിപ്പെടുത്താതെ അല്ലെങ്കിൽ അത് പൂഴ്ത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു. അത്തരത്തിൽ അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളിൽ കൂടുതൽ അന്വേഷണം നടക്കാതിരിക്കുകയും ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയും ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെയാണ് കൊച്ചി അവയവ റാക്കറ്റ് അടക്കം പിന്നീടും അവരുടെ പ്രവർത്തനം നിർബാധം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ മധുവിനെ കുറിച്ചുള്ള സൂചനകളെല്ലാം തന്നെ ലഭിച്ച ഘട്ടത്തിൽ തന്നെ അന്വേഷണം അത് വിശദമായി നടന്നിരുന്നുവെങ്കിൽ ഈ രാജ്യാന്തര അവയവ കച്ചവട കണ്ണികൾക്ക് കൂടുതൽ ആളുകളെ വിദേശത്തേക്ക് മനുഷ്യക്കടത്ത് നടത്താൻ സാധിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അത് തടയാൻ കഴിയുകയും അവർക്കെതിരെ ജിജീഷ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ആദ്യം തന്നെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ മാഫിയയുടെ ഇടപെടലുകൾ ആദ്യം തന്നെ കണ്ടെത്തി കൃത്യമായ ഇടപെടൽ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം ക്രൂരമായ ഒരു സാഹചര്യത്തിലേക്ക്, കൂടുതൽ ജീവനുകൾ അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, കാരണം ഈ അവയവദാതാക്കൾ പിന്നീട് ജീവച്ഛവങ്ങളായി ജീവിക്കേണ്ടി വരികയാണ്. അവർ ശാരീരികമായും മാനസികമായും അവരുടെ മേൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നതും. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.